മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ കേട്ട മുദ്രാവാക്യം എന്താണ്? ബംഗാൾ, കേരളം, ത്രിപുര. ബംഗാൾ, കേരളം, ത്രിപുര, ആ 3 സംസ്ഥാനങ്ങൾ അതിലൂന്നി ഞങ്ങൾ ചെങ്കോട്ടയിലും ചെങ്കൊടി പാറിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിൽ അവരുണ്ടോ? ത്രിപുരയിൽ അവരുണ്ടോ? കേരളത്തിലും പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ സ്ഥിതി എന്താണ്? സത്യത്തിൽ എന്റെ മറ്റൊരു സഹപാഠി AK ബാലൻ അവസാനം പറയേണ്ടി വന്നില്ലേ, ഇങ്ങനെ പോയാൽ നമ്മുടെ ചിഹ്നം ഈനാം പേച്ചിയും മൺപട്ടിയായിരിക്കും എന്ന് മാർക്സിസ്റ്റ് യോഗത്തിൽ AK ബാലന് തന്നെ പറയേണ്ടി വന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി എവിടെയില്ല. ഇന്ത്യ രാജ്യം അവർക്കുണ്ടാക്കാൻ സാധിക്കുന്ന 3ാം മുന്നണി ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു, കോൺഗ്രസിനും BJPക്കും ബദലായിട്ട് 3ാം മുന്നണിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് ആ 3ാം മുന്നണി ഉണ്ടോ? എന്താണ് എവിടെയുണ്ട്? ദേവഗൌഡ എവിടെയുണ്ട്? തെലുങ്ക് ദേശം എവിടെയുണ്ട്? ചന്ദ്രബാബു നായിഡു എവിടെയുണ്ട്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കോൺഗ്രസിനെ അല്ലാതെ നേതൃത്വത്തിൽ BJPക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മതേതര മുന്നണിയുടെ ഭാഗത്ത് നിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ ആരെ കിട്ടും? അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ മതേതര ഇന്ത്യയെ നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ച അഭൂതപൂർവമായ സ്വീകരണവും അംഗീകാരവും ഞാൻ ദീർഘിച്ചു പോകുന്നില്ല. കേരളത്തിലെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അഴിമതി മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കറിയാം, ശ്രീ കെ സുധാകരനും KC വേണുഗോപാലിനും KC ജോസഫിനും നന്നായിട്ടറിയാം, കണ്ണൂരിൽ ഇപ്പോഴും അക്രമ രാഷ്ട്രീയം അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് കോൺഗ്രസ് പതാക നശിപ്പിച്ചു, അതുപോലെ രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുണ്ടാക്കി നശിപ്പിച്ചു. ആ സ്തുത നശിപ്പിച്ചതിനെതിരായിട്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചപ്പോൾ പരസ്യമായിട്ട് പോലീസിന്റെ മുൻപിൽ വെച്ച് ആ പ്രതിഷേധ യോഗത്തെ പോലും ആക്രമിക്കാൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരിന്ന് കേരളം ഭരിക്കുമ്പോൾ അവർ തയ്യാറായി. തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൽ അടികൊണ്ട പോലീസ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് മാർക്സിസ്റ്റുകാരുടെ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ഥലം മാറ്റി അവർക്കാണ് താക്കീത് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഴിമതിയുടെ കാര്യം പറയണ്ട, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗൗരവമേറിയ അഴിമതി ആരോപണത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരവില്ല. ആ കാര്യത്തിൽ ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26 ഷാഫിയുടെ പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജോസഫ് പുതിയ KPCC പ്രസിഡന്റ് ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം KPCCയിൽ സംസാരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.